ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ കറക്റ്റ് നമുക്ക് ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അതായത് അടുത്ത ആഴ്ച ഇന്നത്തെ ദിവസം വൈകിട്ട് 7 മണിക്കാണ് ഗ്രാൻഡ് ലോഞ്ച്. അപ്പൊ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയാകുന്നുണ്ട്, ബിഗ് ബോസ് മലയാളത്തിന് തീം ഉണ്ടാകുമോ, ഈ ഒരു സീസൺ 7 എന്തായിരിക്കും തീം. കഴിഞ്ഞ ഒരു സീസൺ മുതലാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിലും തീം ബേസ്ഡ് ഒരു കൺസെപ്റ്റ് വരാൻ തുടങ്ങിയത്. മറ്റു ലാംഗ്വേജുകളിലൊക്കെ മുൻ സീസണുകളിലൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയതാണ്. തമിഴിലും നമുക്ക് ഒരു സീസൺ മുന്നെയാണ് തമിഴ് ബിഗ് ബോസിലും ഈ ഒരു തീം ബേസ്ഡ് കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും ഈ ഒരു തീം ബേസ്ഡ് കൺസെപ്റ്റ് ഒക്കെ വന്നതിന് ശേഷം തമിഴിലും വലിയ കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല, മലയാളത്തിലും ക്ലച്ച് പിടിച്ചിട്ടില്ല, ഹിന്ദിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കാരണം അവര് നല്ല രീതിയിലുള്ള ടഫായിട്ടുള്ള തീമും കാര്യങ്ങളും കൊണ്ടുവന്നു. അവരുടെ ക്രിയേറ്റീവ് ടീമും നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മികച്ച രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇത്രയും വർഷങ്ങളായി, അപ്പം ഈ ഒരു സമയങ്ങളിൽ അവർക്കൊരു പാർഷ്യാലിറ്റി ഒക്കെ ഒത്തിരി ആയതുകൊണ്ടാണ് അവരുടെ ബിഗ് ബോസിന് പിന്നെ ഓഡിയൻസ് കുറയുകയും TRP ഒക്കെ വളരെ നല്ല രീതിയിൽ താഴേക്ക് പോകുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മലയാളത്തിലാണെന്നുണ്ടെങ്കിലും തമിഴിലാണെന്നുണ്ടെങ്കിലും തമിഴിൽ ആദ്യം നമ്മുടെ ഒരു ചിന്ന വീട് പെരിയ വീട് അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ഹൗസ് സ്മോൾ ഹൗസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവരുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു. ബാക്കിയൊക്കെ കണ്ടസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. കാരണം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരുന്ന ഒരു തീം അത് അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് എങ്കിൽ ആ ഒരു തീം നല്ല രീതിയിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സൈഡിലും വളരെ മോശമാണ്, കണ്ടസ്റ്റൻസും അത്ര രീതിയിൽ മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു കൺസെപ്റ്റ് വേറൊരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തതാണ് നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 പവർ റൂം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ അടപടലം പൊട്ടിപ്പാളിസായി എന്ന് തന്നെ നമുക്കറിയാം. കണ്ടസ്റ്റൻസും ആ ഒരു രീതിയിൽ വളരെ മോശം കണ്ടസ്റ്റൻസ് ആയിരുന്നു, വെറും വാഴകൾ തന്നെയായിരുന്നു. അപ്പം ആ ഒരു കൺസെപ്റ്റ് ആ ഒരു സീസണിലും പൊളിഞ്ഞു. അപ്പൊ ഈ ഒരു സീസണിലേക്ക് വരുമ്പം എല്ലാവരും ഉറ്റു നോക്കുന്നത് എന്തായിരിക്കും കൺസെപ്റ്റ്. കാരണം ഒത്തിരി കൺസെപ്റ്റുകളും കാര്യങ്ങളും പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പം ബിഗ് ഹൗസ് സ്മോൾ ഹൗസ് അതുപോലെ തന്നെ ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന് പറയുന്ന തമിഴിലെ കഴിഞ്ഞ സീസൺ 7 അല്ല സീസൺ 8 കൺസെപ്റ്റ് വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗവും നരകവും വരുമോ. അപ്പം പുറത്തുനിന്ന് ഒരു കരക്കമ്പിയൊക്കെ കേൾക്കുന്നത് സ്വർഗവും നരകവും അല്ലെന്നുണ്ടെങ്കിൽ ഹെവൻ വേഴ്സസ് ഹെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ 7 വരാൻ പോകുന്നത് എന്നൊക്കെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്, റൂമർ ഉണ്ട്. അപ്പം അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി അന്വേഷിച്ചിട്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥകൾ എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പം ഇതൊരു റൂമറായിട്ട് കേൾക്കുന്നതാണ്. അപ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സീസൺ തുടങ്ങുമ്പോൾ പുറത്തൊക്കെ ഒരു ചർച്ചകൾ നടത്താൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ലീക്കാക്കി കൊടുക്കും. അവർക്കറിയാവുന്ന സോഷ്യൽ മീഡിയകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുറത്ത് പ്രേക്ഷകർ ഒരു ചർച്ചയൊക്കെ നടത്തും. ഇത് നല്ലതാകുമോ, ഇത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു ടോക്ക് നടക്കും. അപ്പം ചില കേസുകളിൽ അവർ തന്നെ മനഃപൂർവ്വം ലീക്കാക്കി വിട്ടിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റേ കൊണ്ടുവരത്തില്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുവരും, അത് വിശ്വസിക്കാൻ കൊള്ളുന്ന രീതിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം സ്വർഗവും നരകവും എന്നൊരു കൺസെപ്റ്റ് ആണ് വരാൻ പോകുന്നത് എങ്കിൽ ഹിന്ദിയിലൊക്കെ സീസൺ 7 നടന്ന ഒരു അടിപൊളി കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്തൊരു മികച്ച രീതിയിൽ നടന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പം അത് ഒരു 2 വീട് കൺസെപ്റ്റ് അല്ല, ഒരു വീടിനുള്ളിൽ തന്നെ 2 പാർട്ടീഷൻ ആയിട്ട് ചെയ്തിട്ടാണ് ഒരു പോർഷൻ സ്വർഗവും ഒരു പോർഷൻ നരകവും, അതായത് ഹെല്ലും ഒരു ഹെവനും. അപ്പം ഹെവനിൽ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരിടത്ത് നല്ല സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും, മറ്റിടത്ത് വളരെ ദുരിതപരമായ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നീട് നോമിനേഷൻ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപ്റ്റന്റെ സെലക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ സെലക്ഷൻ മാറ്റി കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും അടിയും ബഹളവും ആ ഒരു സംഭവം തന്നെയായിരിക്കും ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഒരു 50-60 ദിവസം ഓടിക്കും, പിന്നീട് അതിന് എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തും ഇത് പൊളിയുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നീട് ഫാമിലി റൗണ്ടും മറ്റ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ നടത്തി ആ ഒരു എന്താ പറയുന്ന സീസൺ മൊത്തത്തിൽ അവസാനിപ്പിക്കുകയാണ് സാധാരണ പതിവ്. അപ്പം തമിഴിലെ ഈ പറയുന്നത് പോലെ ഗേൾസ് വേഴ്സസ് ബോയ്സ് അതുപോലെ തന്നെ ചിന്ന വീട് പെരിയ വീട് ബിഗ് ഹൗസ് സ്മോൾ ഹൗസ്, അത് 2 ഹൗസ് ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു 2 ഇടത്തും എൻ്റർ ചെയ്യാൻ 2 രീതിയിലുള്ള എൻട്രൻസും കാര്യങ്ങളും, ഒരു വലിയ ഹൗസും ഒരു ചെറിയ ഹൗസും
ഹൗസ് എന്ന രീതിയിലാണ് സീസൺ 7 കണ്ടക്ട് ചെയ്തത്. സീസൺ 8 ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന് ആ ഒരു ഹൗസിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് ഒരിടത്ത് കുറച്ച് ഫെസിലിറ്റികളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും നോമിനേഷൻസും ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു തമിഴിൽ നടന്നത്. അപ്പം ഈ ഒരു നരകവും സ്വർഗവും എന്ന ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോഴും മിക്കവാറും ആ ഒരു വലിയ ഹൗസിനുള്ളിൽ 2 പാർട്ടീഷൻ കൊടുത്തിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നല്ലതാണെങ്കിൽ മാത്രമേ മലയാളത്തിൽ നല്ലൊരു സീസൺ വരാനുള്ള സാധ്യതകളുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് പവർ റൂം കൺസെപ്റ്റ് പോലെ തന്നെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും മികച്ചൊരു ടാസ്കുകളും കാര്യങ്ങളും ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന കണ്ടസ്റ്റൻസും കൂടെ വളരെ മോശം അല്ലെങ്കിൽ ബിലോ ആവറേജ് കണ്ടസ്റ്റൻസും കൂടെ ആണെന്നുണ്ടെങ്കിൽ സീസൺ ഏതാണ്ട് തീരുമാനമായി എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ പുതിയൊരു ഷോ ഡയറക്ടർ ഒക്കെയാണ് നമ്മുടെ സീസൺ 10 സ്റ്റാർ സിംഗർ സീസൺ 10 ഷോ ഡയറക്ടർ ആയിട്ടുള്ള സെർഗോ വിജയരാജ് ആണ് ഷോ ഡയറക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ പുള്ളിയുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇപ്പം കോപ്പി അടിച്ചിട്ടാണ് തീം കൊണ്ടുവരുന്നതെങ്കിൽ പോലും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരിക്കലും നമ്മുടെ ഹിന്ദിയിൽ നടന്ന സ്വർഗവും നരകവും അല്ലെന്നുണ്ടെങ്കിൽ ഹെവൻ വേഴ്സസ് ഹെൽ എന്ന് പറയുന്ന ഒരു തീമോ അല്ലെന്നുണ്ടെങ്കിൽ തമിഴിലെ തീമോ അതേപടി ഒന്നും മലയാളത്തിൽ കൊണ്ടുവരത്തില്ല. കുറച്ച് ടഫ്നെസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ഇതുവരെയും മലയാളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇനിയും അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു പുതിയ ഒരു തീമൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കും തോന്നുന്നില്ല. ആ ഒരു തീമിൽ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി കുറച്ചും കൂടി ഈസി ആക്കി ആയിരിക്കും മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതൊക്കെ ഓക്കെയാണ്. ബട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യവും മോശമാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സീസൺ 6 പോലെ തന്നെയായിരിക്കും നമ്മുടെ പവർ റൂം പോലെ തന്നെ മൊത്തം പൊളിഞ്ഞ് നശിച്ച ഒരു സീസൺ തന്നെ പ്രേക്ഷകർ വെറുത്തു പോകും. അതല്ല നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തീമാണെന്നുണ്ടെങ്കിൽ സ്വർഗവും നരകവും എന്ന തീം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് രണ്ടിടത്തും കണ്ടസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ വീക്കിലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും നോമിനേഷൻ ചെയ്യുകയും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സെലക്ഷൻ പ്രൊസീജിയറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അടിയും പിടിയും ബഹളവും അതുമായി ബന്ധപ്പെട്ടായിരിക്കും മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും നടക്കാൻ പോകുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിലുള്ള കുറച്ച് ടഫ് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള കുറച്ച് ടാസ്കും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ അടിപൊളി തന്നെ ആകും. എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനെയൊരു സംഭവം കേൾക്കുന്നുണ്ട്, സ്വർഗവും നരകവും ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 തീം എന്നൊക്കെ. അപ്പം അത് ബിഗ് ബോസിന്റെ ടീമാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ബട്ട് അതേപടി കണ്ട് ഞങ്ങൾ മടുത്ത എല്ലാവരും ഒന്നും മലയാളം ബിഗ് ബോസിൽ ഈ ഒരു പഴയ ഹിന്ദി ബിഗ് ബോസിന്റെ തീമും കാര്യങ്ങളും അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് കാണത്തില്ല. പക്ഷെ പറഞ്ഞു കേട്ടും കുറെ പേർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. സോ കുറച്ചും കൂടി ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരിക, പുതിയ ടാസ്കുകൾ കൊണ്ടുവരിക, അവർക്ക് കൊടുക്കുന്ന തീമിനകത്ത് കൊണ്ടുവരുന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ടഫായിട്ടും ഭയങ്കരമായിട്ട് ഈസി ആകാതെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സീസൺ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. സോ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. എങ്ങനെയാണ് സ്വർഗവും നരകവും എന്ന ഒരു തീം വരികയാണെന്നുണ്ടെങ്കിൽ നന്നാകുമോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്ക് ഒരു തീം ബേസ്ഡ് കൺസെപ്റ്റ് ഒന്നുകൂടി വരണമോ? സീസൺ 6 ഓൾറെഡി പൊളിഞ്ഞുപോയി. അപ്പം സീസൺ 7 ഒരു തീം ബേസ്ഡ് കൺസെപ്റ്റ് കൊണ്ടുവരണോ എന്നൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. നിലവിൽ ഇത് ഉറപ്പായിട്ടില്ല. നമ്മളിങ്ങനെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും കേൾക്കുന്നതാണ്, ഇങ്ങനെ ഒരു സാധ്യതകളുണ്ട് എന്നൊക്കെ. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടെ മാത്രമല്ലേ ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം. ബിഗ് ബോസ് ടീം എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ദുരന്ത സീസൺ കൂടിയായിരിക്കും മലയാളത്തിൽ വരാൻ പോകുന്നത്. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.